VS എന്ന് പറയുമ്പോൾ VS സഖാവെന്ന് ഞങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു നല്ല വ്യക്തിത്വവും വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലും നല്ല ശക്തനായ ഒരു പോരാളിയും എന്തിനും ഒന്നും നോക്കാതെ ശരിയോടൊപ്പം ഇങ്ങനെ ഉള്ള ഒരു അതിശക്തമായ ഒരു നിലപാടുകളൊക്കെ നമുക്ക് ഭയങ്കര ഊർജ്ജമാണ്. സങ്കടമുണ്ട് സത്യത്തിൽ. പിന്നെ നമുക്ക് ഒരു ഒരു നമ്മളായാലും ഒരു ഏജ് വരെ ഇരിക്കും, എന്നാലും ഒരു വല്ലാത്ത വേദനയാണ്. ഞാൻ ഇന്നലെ തന്നെ പോയി കണ്ടായിരുന്നു. കാണണമെന്ന് അപ്പം തന്നെ അറിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് പോയി അവിടെ ചെന്നു കണ്ടു. ലാസ്റ്റ് ഒന്ന് കാണണം തോന്നിയായിരുന്നു. എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തൊരു കാര്യമായിട്ട് പോകുമ്പോഴും നമുക്കൊരു കേട്ടിട്ട് ഇങ്ങനെ നമുക്കത് നോക്കാം, അല്ലെങ്കിൽ അതുപോലെ നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു പ്രതീക്ഷ വരുന്ന ഒരു മറുപടിയുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. എനിക്ക് സത്യത്തിൽ ആ ഡേറ്റ് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ഞാൻ MLA ഒക്കെ ആവുന്നതിന് മുമ്പും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവുന്നതിന് മുമ്പും ഇവിടെ പലപ്പോഴും യോഗങ്ങളിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വർത്തമാനം കേട്ടങ്ങനെ ഇരിക്കും. കാരണം ഓരോരോ അനുഭവങ്ങൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങളായാലും ഓരോ മനുഷ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെയുള്ള നമുക്ക് നല്ലൊരു ഫീലുണ്ടാക്കി തരും. എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെ ഉള്ളത് വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം പറയുക. അതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ കൊട്ടാരക്കരയൊക്കെ ഉള്ള മീറ്റിങ്ങുകളൊക്കെയാണ് പണ്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ജില്ലാ പഞ്ചായത്തിലൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എല്ലാത്തിനും നമ്മളൊക്കെ വിളിക്കുകയും പോയി കാണുകയൊക്കെ ചെയ്യും. പിന്നെ MLA ആയപ്പോൾ നിരന്തരമായിട്ട് ഇടപെടുമായിരുന്നു. അതിലൊക്കെ ഒരു വലിയ സഹായമായിരുന്നു. ഏത് കാര്യത്തിലായാലും നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി തന്നു വിടും. വലിയ ചിരിയും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്തായാലും ഒരു നല്ല ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളത്. അതൊക്കെ തന്നെയാണ് എനിക്ക് ഓർമ്മ. മതികെട്ട അമ്മലയിലൊക്കെ കയറിപ്പോയ ആ കാര്യങ്ങളൊക്കെ വായിച്ചാൽ നമ്മളൊക്കെ നല്ല ഓരോ പ്രവർത്തകർക്കും, അതുപോലെ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങളായാലും മറ്റ് തൊഴിലാളികളുടെ ആയാലും അവരുടെയൊക്കെ പ്രശ്നങ്ങളിലൊക്കെ ഉള്ള ആ പ്രസംഗങ്ങളിലൂടെ വരുന്ന വാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ഉണർത്തും. നമ്മളെങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ നാനാ മേഖലകളിലുള്ളത്, അതിലുപരി സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവർക്കെതിരായി വരുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു രീതിയെല്ലാം നമുക്ക് ഒരുപാട് ശക്തി പകർന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് നല്ല വലിയ കാര്യം തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹം അങ്ങനെ ഓവറായിട്ടൊന്നും പ്രകടിപ്പിക്കുന്ന ഒരാളല്ലല്ലോ. പക്ഷേ നല്ല കരുതൽ, ഒരു പ്രതിസന്ധി വന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം പറഞ്ഞാലും അദ്ദേഹം അത് അപ്പം തന്നെ അതിനൊരു ആശ്വാസം തരുമായിരുന്നു. അത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിൽ നല്ല കരുതൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിനും പ്രത്യേകിച്ചും കരുതലുണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന രീതിയാണ് ഞങ്ങളെ ആവേശം കൊള്ളിച്ചിട്ടുള്ളത്. ഏത് കുന്നും മലയും കയറിപ്പോയി അതൊക്കെ ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ട്. അന്നത്തെ വാർത്തകളും വന്നു പോകുന്നതും ഏത് പ്രശ്നങ്ങൾ എവിടെയുണ്ടായാലും ഏത് കുന്നും മലയായാലും കയറി അവിടെ എത്തിപ്പറ്റി അതിനെയെല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട നടപടി അല്ലെങ്കിൽ അതിനാവശ്യപ്പെട്ട ഭരണത്തിൽ അല്ലെങ്കിലും അതിനാവശ്യമായ ശക്തമായ ഇടപെടൽ നടത്തുന്നതെല്ലാം ഭയങ്കര ഒരു ആവേശം ഉണ്ടാക്കുന്നത് നമ്മളെ കൂടി ഒന്ന് നല്ലപോലെ പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് ഓർമ്മിപ്പിക്കും. നല്ല പിന്തുണ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആത്മാർത്ഥമായിട്ടുള്ള ഒരുപാട് വർത്തമാനം ഇല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് കരുത്താണ്. ഞാനീ കൊണ്ടുപോകുന്നതെല്ലാം പല വകുപ്പുകളിൽ അവരോടും പറയും, മുഖ്യമന്ത്രിയോടും പറയുമ്പോൾ ആ കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുതന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഉറപ്പായിട്ടും കാണുമല്ലോ. കാരണം ഒരിക്കലും ഒരുപാട് വർഷങ്ങൾ കൊണ്ട് LDF ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ അന്നൊക്കെ. അപ്പോൾ ഇന്ന് UDF ആയിരുന്നല്ലോ ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് ചെല്ലുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ വളരെ നന്നായിട്ടുണ്ടായിരുന്നു.